നീണ്ട കാത്തിരിപ്പിനു ശേഷം പ്രദർശനത്തിനെത്തിയ മോണിക്ക ഒരു AI സ്റ്റോറിക്ക് മികച്ച പ്രേക്ഷക പ്രതികരണം. AI സാങ്കേതിക വിദ്യയിലൂന്നിയ ഇന്ത്യയിലെ ആദ്യ ചിത്രമെന്ന ഖ്യാതിയോടെ പ്രദർശിപ്പിച്ച ചിത്രം കാണാൻ തിയേറ്ററുകളിൽ കുട്ടികളടക്കം നിരവധി പേർ എത്തി. MMC മാഹി മെഡിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് സെന്റർ. ഇന്ത്യയിലെ ആദ്യ AI സിനിമയെന്ന് കേന്ദ്ര സർക്കാരിന്റെ AI പോർട്ടലിൽ രേഖപ്പെടുത്തിയ മോണിക്ക ഒരു AI സ്റ്റോറി തിയേറ്ററുകളിലെത്തി. ആദ്യ ദിവസം തന്നെ മികച്ച പ്രതികരണമാണ് ചിത്രത്തിന് ലഭിച്ചത്. പടം അടിപൊളി പടമാണ്. കേരളം മൊത്തം ഓടണം എന്നാണ് എൻ്റെ ആഗ്രഹം. നല്ല സിനിമ, അടിപൊളി സിനിമ, എല്ലാവരും കാണണം. എല്ലാ കിഡ്സൊക്കെ കാണണം, എല്ലാ കുട്ടികളും പാരൻസും എല്ലാവരും കാണണം. നന്നായിട്ടുണ്ട്, കാണാം. വളരെ നന്നായിട്ടുണ്ട്. പിന്നെ പണ്ട് ഇങ്ങനത്തെ കുട്ടികളെ അടിക്കാൻ തൊഴിക്കുക, ഇപ്പോഴത്തെ ഇതൊരു രോഗമാണ്. അതിന് കെയർ നല്ല അമ്മേൻ്റെ അച്ഛൻ്റെ സ്നേഹം ആ കുട്ടിക്ക് കിട്ടുന്നില്ല. ആ മുതുകാർ സാറ് നന്നായി അഭിനയിച്ചിട്ടുണ്ട്. ആട് ജീവിതത്തിനെക്കാട്ടും രസമുണ്ട്. ഞാൻ ഇതുവരെ കണ്ടതിൽ ഏറ്റവും നല്ല സിനിമയായിട്ട് തോന്നിയത് ഇതാണ്. തലമുറ ടീച്ചർമാരെ ഒത്ത് കാണണം, കുടുംബാംഗങ്ങളെല്ലാം കാണണം. കാണേണ്ട സിനിമയാണ്. കാരണം ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. വളരെ ഗംഭീരമായി. നമ്മുടെ കൂടെ ഒരു സംവിധാനം കൂടിയുണ്ട്. എങ്ങനെയുണ്ട് സിനിമ? വളരെ മനോഹരമായിട്ടുണ്ട്. ഈ ഒരു കാലഘട്ടത്തിന്റെ അനുയോജ്യമാണ്. അത് മാത്രമല്ല, അതില് ഒരു മാതൃത്വത്തിന്റെ എന്താ പറയാ ആർദ്രമായ ഒരു എലമെന്റ് ഉണ്ട്. വളരെ മനോഹരമായി. കാലത്തിന് മുന്നേ സഞ്ചരിച്ചിട്ടുണ്ട്. അതായത് കുട്ടികൾക്കും വലിയവർക്കും ഏതൊരാൾക്കാർക്കും നല്ല തലമുറക്ക് അടിപൊളി. ഒരു 20% ഇതുമാതിരി ഉണ്ട്. അവർക്കുള്ള ഒരു അവയർനെസ് ആണിത്. സൂപ്പർ. മൻസൂർക്ക നന്നായിട്ട് അഭിനയിച്ചു. എല്ലാവരും തന്നെ ആരും എല്ലാവരും തന്നെ ഓരോരോ ഭാഗം ഉള്ളത് നന്നായിട്ട് നല്ല പടം. വിവരസാങ്കേതിക വിദ്യയുടെ അപാര സാധ്യതയുള്ള സമയത്ത് ചെറിയ കുട്ടികൾ പോലും നമുക്ക് അവർക്ക് വേണ്ടത് കൊടുക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരെ ഹൈപ്പർ ആക്ടിവിറ്റിയൊക്കെ കണ്ടിട്ട് അധ്യാപകരായാലും മാതാപിതാക്കളും സൈഡ് ലൈൻ ചെയ്യപ്പെടുവാണ്. ശരിക്കും വേണ്ടത് ഇപ്പോൾ ദിവാരേട്ടൻ്റെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ അധിപൻ എന്നുള്ളത് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ ടീച്ചർമാർ മോണിക്കമാരായി മാറണം, അമ്മമാരും അച്ഛനായാലും അവർ മോണിക്കമാരായി മാറണം. അതാണ് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ എല്ലോ അവരെ ചേർത്ത് നിർത്താൻ കഴിയുന്നതും. കുട്ടികളെയും കൂട്ടിയിട്ട് വന്ന് കാണേണ്ട ഒരു പടമാണ്. നല്ല മൂവി, വളരെ നൈസ്, ഫീൽ ഗുഡ്. ചിത്രം പ്രദർശിപ്പിച്ച തിയേറ്ററുകളിൽ കുട്ടികളടക്കം നിരവധി പേർ എത്തി. കുട്ടികളെ സ്നേഹിക്കാൻ പ്രചോദനം പകരുന്ന സിനിമയാണിതെന്ന് മജീഷ്യൻ മുതുകാട് സിനിമയെക്കുറിച്ച് പറഞ്ഞ വീഡിയോ ഏറെ വൈറലായിരുന്നു. നമ്മുടെ ഈ പടത്തിന്റെ പ്രൊഡ്യൂസർ കൂടെയുള്ള മൻസൂർ പള്ളൂരാണ് നമ്മുടെ കൂടെ ഉള്ളത്. മൻസൂർക്ക ഈ ഇങ്ങനെ ഒരു AI, അതായത് ഫ്യൂച്ചറിലുള്ള ഒരു AIന്റെ ഒരു സബ്ജക്റ്റ് തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം അതൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് വിശദീകരിച്ചാണ്. ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പിറന്നു വീണ ലോകമല്ല ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ലോകം. ഇനി വരാൻ പോകുന്നത് നമ്മൾ ഊഹിക്കുന്നതിനും അപ്പുറത്തെ ഒരു ലോകത്തേക്കാണ്. നമ്മളൊക്കെ കമ്പ്യൂട്ടർ യുഗമെന്ന് പറഞ്ഞാൽ യുഗം മാറി AI കാലഘട്ടത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ഈ ഒരു സിനിമയിലൂടെ പറയുന്നത് ഫ്യൂച്ചറിസ്റ്റിക്കായി വരുന്ന ലോകം, AI സ്വാധീനം ഏതൊക്കെ രീതിയിൽ നമ്മുടെ കുഞ്ഞുമക്കളിലും അത് തൊട്ട് മുതിർന്നവരിലുമൊക്കെ ഏതൊക്കെ രീതിയിലേക്ക് വരാമെന്നതിൻ്റെ ചൂണ്ടുപലകയാണ് മോണിക്ക ഒരു AI സ്റ്റോറി. ഇതിലൂടെ മറ്റൊരു വശം കൂടി പറയുന്നുണ്ട്. നമ്മളെല്ലാവരും പറയും സാങ്കേതികതയ്ക്ക് വികാരങ്ങളില്ല. AI എന്നത് വികാരങ്ങളില്ലാത്ത മനുഷ്യ സൃഷ്ടിയായ സാങ്കേതികതയുടെ ഒരു സൃഷ്ടിയാണെന്ന്. പക്ഷേ അതിന് വൈകാരികമായ ഭാവം കൈവന്നാൽ ഒരു പക്ഷേ നമ്മുടെ വീട്ടിൽ സ്നേഹം ലഭിക്കാതെ വരുന്ന കുട്ടികൾ എങ്ങോട്ട് തിരിയും എന്നതിലേക്ക് കൂടിയുള്ള ഒരു വലിയ ഒരു ചോദ്യം അവശേഷിക്കുമ്പോൾ അതിനുള്ള ഉത്തരം കൂടിയാണ് മോണിക്ക ഒരു AI സ്റ്റോറി. AIക്ക് വികാരങ്ങളില്ല എന്ന് പറയുമ്പോൾ ഈ സിനിമയിൽ AI കഥാപാത്രമായി വരുന്ന മോണിക്കയായി അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, കുട്ടിക്ക് നഷ്ടപ്പെടുന്ന സ്നേഹം മുഴുവനും ആ AIയിൽ നിന്ന് പകർന്നു കിട്ടുമ്പോൾ AIയെ അമ്മ എന്ന് വിളിച്ചോട്ടെ എന്നൊരു ചോദ്യമുണ്ട്, വൈകാരികമായ ഒരു ചോദ്യം. നമ്മുടെ അമ്മമാർ അറിയേണ്ടതും അതുതന്നെയാണ്.
എവിടെ നമ്മൾ സ്നേഹം കൊടുക്കാൻ മടിക്കുന്നു? അതുകൊണ്ട് തന്നെ മോണിക്കയായി സിനിമയിൽ കാണിച്ച മോണിക്കയായി നമ്മുടെ അമ്മമാർ മാറേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. സ്നേഹത്തിന് പകരം വെക്കാൻ ഒന്നുമില്ല. ആ സ്നേഹ സന്ദേശമാണ് മോണിക്ക ഒരു AI സ്റ്റോറി നൽകുന്നത്. തീർച്ചയായും കുട്ടികളെ തങ്ങളോട് ചേർത്ത് നിർത്തിക്കൊണ്ട് ഈ സിനിമ കാണുക മാത്രമല്ല, സിനിമ ഹാളിൽ നിന്ന് പുറത്തു വരുമ്പോൾ അവർ ഒന്നുകൂടി തങ്ങളുടെ മക്കളെ ചേർത്ത് പിടിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സിനിമ എടുക്കുക എന്നുള്ളതാണ് എന്നെ പോലുള്ള കലാസ്വാദകരുടെ അതല്ലെങ്കിൽ കേരളത്തിലെ 30 തിയേറ്ററുകളോടൊപ്പം വടകര കീർത്തിയിലും തലശ്ശേരി ലിബർട്ടി പാരഡൈസിലും ചിത്രം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. മുതുകാടിനോടൊപ്പം മലയാളം സംസാരിക്കുന്ന ഇംഗ്ലീഷുകാരി അപർണ മൾബറിയും മാളികപ്പുറം ഫെയിം ശ്രീപദ്, കണ്ണൂർ ശ്രീലത, സിനി എബ്രഹാം, മണികണ്ഠൻ എന്നിവർ മോണിക്ക ഒരു AI സ്റ്റോറിയിൽ അഭിനയിച്ചിട്ടുണ്ട്. കൂടാതെ മാഹിയിലും പരിസര പ്രദേശങ്ങളിലെയും നടീനടന്മാരും ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. സാംസ് പ്രൊഡക്ഷന്റെ ബാനറിൽ മൻസൂർ പള്ളൂർ നിർമ്മിച്ച ചിത്രം സംവിധാനം ചെയ്തത് EM അഷ്റഫാണ്. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. MMC Mahi Medical and Diagnostic Center.